ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മുഹറം 9ഉം 10ഒക്കെ എല്ലാവരും നോൽക്കുന്ന ഒരു തയ്യാറെടുപ്പോട് കൂടി തന്നെയാണെന്ന് എനിക്കറിയാം. അതിൽ മുഹറം 9ാമത്തെ നോമ്പൊക്കെ നോറ്റു. അപ്പോൾ അന്നത്തെ ഒരു വിശേഷമാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നിട്ടുള്ള വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ റംസാനിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം അത്രയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ലഘുവായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ നോറ്റതല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തം നോൽക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ മുഹറം 9ഉം 10ഉം എന്ന് പറഞ്ഞാൽ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു നോമ്പും കൂടിയാണ്. അങ്ങനെ റംസാനിൽ പറഞ്ഞാൽ കുട്ടികളെല്ലാവരും നോൽക്കൂട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. കാരണം തലേ ദിവസം തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹറം 9, 10ഒക്കെ നോമ്പ് നോൽക്കാനുള്ള പറഞ്ഞപ്പോൾ ദിയുവിനൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും പൊളിച്ചൊക്കെ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ നോമ്പ് തോറ്റിട്ടുണ്ട്. അങ്ങനെ അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് ഇറങ്ങാം. കാരണം ഞാനും ദില്ലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ അതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലോട്ട് ഇറങ്ങി പെട്ടെന്ന് വേഗം പണി തീർക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ മുൻപായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റൂമിൽ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫിസിക്ക് ഭയങ്കര ഉറക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉറക്കാൻ നിൽക്കുമ്പോൾ ഇസമോള് സമ്മതിക്കാതിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കളിയിലാണ്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കിച്ചണിലോട്ട് ഇറങ്ങി. അപ്പോൾ അവള് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവള് തന്നെ ഞാൻ പൊരിച്ചത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ്റെ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, ബാക്കിയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി പറഞ്ഞു. അപ്പോൾ പൊരിച്ചപ്പത്തിരിയും ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി മസാല മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും മുളകും പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് ഈ ചിക്കൻ കഴുകിയത് നല്ലതുപോലെ ഇതിലിട്ട് മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം മസാല പുരട്ടുന്നുണ്ട് കേട്ടോ. അത് വിചാരിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചാച്ചൊന്നും ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മസാല പുരട്ടി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ചിക്കൻ ഗ്രേവിക്ക് 2 വലിയ സവാള ഇതേപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞ് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷുർബ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഷുർബൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പൊരിക്കൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റംസാനിലും ഞങ്ങൾ ഷുർബ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും റംസാൻ വ്ളോഗിലൊക്കെ ഞാൻ ഈ ഷുർബ ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിവിടെ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. ഷുർബ അത്രക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്താ ക്ഷീണത്തിനും എല്ലാത്തിനും ആശ്വാസമാണ് കേട്ടോ. ഗോതമ്പ് നുറുക്കും അതുപോലെ തന്നെ പട്ടയും ചെറിയ ജീരകമൊക്കെ ഇട്ട് ഒന്ന് വേവിക്കുകയാണ്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതാ ഷുർബ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1, 2, 3 വിസിൽ വന്നതിന് ശേഷം അതൊന്ന് ഫ്ലെയിം ഓഫാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സമൂസക്കുള്ള മൈദയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരി ചുടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഉള്ളിയും വറ്റൽമുളകൊക്കെ നന്നായി ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. പിന്നീട് ആ എണ്ണയിൽ തന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഹാഫ് വേവ് മാത്രം മതി. പിന്നീട് ഞാൻ സമൂസക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരി ചുടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നേരി ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റും കിട്ടും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരി ചുടുവെള്ളത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. പിന്നെ അസർബാങ്ക് കൊടുത്താൽ പിന്നെ ടൈമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പോഴേക്കും വൈസൽക്കാക്ക പറഞ്ഞു മുട്ടൻ്റെ ഒരു മുട്ടച്ചമ്മന്തി ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്കുള്ള പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഒട്ടും വിചാരിച്ചിട്ടില്ല. നമ്മൾ സമൂസ മാത്രമേ ഉണ്ടാക്കാനേ വിചാരിച്ചിട്ടുള്ളൂ.
പിന്നെ ഞാൻ ഇവിടെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാ ഇവിടെ ദിതു ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ലൈമി വന്ന് സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ മേലെ കളിക്കാന്നൊക്കെ പറഞ്ഞ് കുട്ടികളും കൊണ്ട് മേലേക്ക് ഫൈസൽ കാക്കാന്റെ അനിയന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുട്ട പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങാനും വേണ്ടി മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈസൽ കാക്ക പുറത്ത് പോയി എവിടുന്നോ കറിവേപ്പിലൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല വാസനയുള്ള നല്ല കറിവേപ്പിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ദില്ലു കുട്ടികളുണ്ടായാല് ഫൈസൽ കാക്കാന്റെ അനിയന്റെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇസനും ഫെസിനെയും വൈകുന്നേരം ആയാലും അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. കാരണം അവർക്ക് ഫെസിനും ഇസനെയും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെയുള്ളൊരു തത്തയാണ് കേട്ടോ ഇത്. അപ്പൊ ആ തത്തന്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇസമോള് നടക്കുന്ന ആ ഒരു പ്രായമായെങ്കിലും നടക്കാറൊന്നുമില്ല. അപ്പൊ ഈ സൈക്കിള് കിട്ടിയാല് ഇതുപോലെ ഇങ്ങനെ കാല് തെന്നി നടക്കാൻ നോക്കൂട്ടോ. അപ്പൊ ഈ സൈക്കിള് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം അതിന്മേ വെച്ച് തന്നെ ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് അവള് സൈക്കിളൊക്കെ ഓട്ടാനായിട്ടുണ്ട്. അപ്പോ ഈ 2 സൈക്കിളും കൊണ്ട് മേലെ കണ്ട് പോയാ പിന്നെ അവര് മുറ്റത്തിൽ ഇതേപോലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവിടെ ഫെസിയും അവളും നല്ല കളിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈമിനിയും സിയനെയും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. മേലെ ഇതുപോലെ ഇങ്ങനെ മുറ്റത്തൊക്കെ കളിക്കല്ലോ എന്ന് വിചാരിച്ച് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെ കൂടെ തന്നെ ഫെസിമോനും കളിക്കുന്നുണ്ട്. അപ്പൊ 2 സൈക്കിൾ ഉള്ളതുകൊണ്ട് കച്ചറൊന്നും കൂടാതെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൂടെ തന്നെ ലൈമിയും സിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പൊരിച്ചപ്പത്തേക്കുള്ള ഗ്രേവി ഒക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. പിന്നെ മുട്ട പപ്സ് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ മുട്ട ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി അതൊന്നും വെന്ത് കിട്ടട്ടെ. പൊരിച്ചപ്പത്തിരിക്കുള്ള വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ജീരകവും ചെറിയുള്ളിയും ഒക്കെ ഇട്ടുകാണ്ട് പൊടി വാട്ടിയെടുക്കലാണ്. അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ മുൻപ് തന്നെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ റെസിപ്പിയും കാര്യമൊന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും ദാ ഷോർബയൊക്കെ റെഡി ആയിട്ടുണ്ട്. 6 kg നെയ്യിൽ വെളുത്തുള്ളിയിലൊന്ന് വറവിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ചിലവരൊക്കെ പറയലുണ്ട് കേട്ടോ, എന്താ നിങ്ങൾക്ക് വീഡിയോയില് വ്ളോഗിൽ തന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാതെ ചില വീഡിയോയിലൊക്കെ ഞാൻ റെസിപ്പി കാണിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ദില്ല് പൊരിച്ചപ്പത്തിരിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ സമൂസക്കുള്ള അതും അതുപോലെ തന്നെ ഇപ്പൊ മുട്ടച്ചമ്മന്തിക്കൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം പോയതേ അറിയണില്ല കേട്ടോ. കാരണം അസർ ബാഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് 4 കീറിയതിന് ശേഷം മുട്ടച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇതാ തിളച്ച എണ്ണയിലോട്ട് പൊരിച്ചപ്പത്തിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴേക്കും ഇതാ ഫെസിമോന് നല്ല വിശപ്പ് വന്നിട്ടുണ്ട്. അവനും പെട്ടെന്ന് കൊടുത്തു. അങ്ങനെ പൊരിച്ചപ്പത്തിലൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഫെസിമോന് ഇതിവിടെ ലൈസൊക്കെ കൊണ്ടുവന്നപ്പോൾ പൊരിച്ചപ്പത്തിരി ഒന്നും വേണ്ട കേട്ടോ. അവന് ലൈസ് മതി എന്നും പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഞാനാണ് പിന്നെ ജ്യൂസും കാര്യമൊക്കെ ഏറ്റെടുക്കല്. പക്ഷെ എനിക്കിന്ന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ദിദുവിനെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സപ്പോർട്ടിന്റെ ജ്യൂസൊക്കെ ദിദു ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് ടൈം മുമ്പ് തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ സഹായിക്കാനായിട്ട് ദിയും ദിദൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർന്നു. നേരെ വൈകിയത് കൊണ്ട് ടൈം തീരെയില്ല. അപ്പോൾ ഓരോന്ന് ടേബിൾ മേക്ക് കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ ബിസ്മിയൊക്കെ ചൊല്ലി ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അപ്പം സമൂസയും മുട്ട പപ്സ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ. പിന്നെ പൊക്കവട
പിന്നെ ഫിസിൽ കാക്കാന്റെ അനിയന്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത്. നല്ല അങ്ങനെയാണ് കേട്ടോ, ഞങ്ങള് എന്തുണ്ടാക്കണമെങ്കിലും സ്നാക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നീട് ഷുർബക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ കഴിക്കും. ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഷുർബ എല്ലാ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ സ്നാക്സും ജ്യൂസും എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓതി ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം അപ്പോഴേക്കുതാ ഏഷയും ബാങ്ക് കൊടുത്ത് അതിന്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പൊ പൊരിച്ചപ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിക്കുകയാണ് ഞങ്ങള്. അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ, റെസിപ്പി, വ്ളോഗൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.